ചെയ്ത്താൻ്റെ വീഡിയോ കണ്ടു. ചെയ്ത്താനാണോ ഞാനാണോ കള്ളം പറയുന്നത് പറയാം. ചെയ്ത്താൻ പറഞ്ഞു കോക്ക് ഒരിക്കലും പെയ്ഡ് റിവ്യൂ നടത്താറില്ല. ചെയ്ത്താൻ എനിക്ക് വേണ്ടി ഒരു പെയ്ഡ് റിവ്യൂ അറേഞ്ച് ചെയ്തു. സ്കൂൾ എന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ നിർബന്ധത്തിൽ ഇയാളെ സാറ്റിസ്ഫൈ വേണ്ടിയാണ് പോയത്. പിന്നെ ഞാൻ ബ്രൈറ്റ് നെയിം കൊണ്ട് ഒരു റിവ്യൂ സിസ്റ്റം തുടങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ചില പെയ്ഡ് റിവ്യൂ നമുക്ക് ചെയ്യാം. സ്കൂളിൽ പോലും ഞാൻ കാരണമല്ല, ചെയ്ത്താൻ വേണ്ട പോയത്. ചെയ്ത്താൻ സാറ്റിസ്ഫൈ വേണ്ടി പോയത്. എനിക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ബ്രൈറ്റ് നെയിം തുടങ്ങിയ ഇതിൽ പുള്ളിയെ പറഞ്ഞാൽ ചില പെയ്ഡ് റിവ്യൂ നമുക്ക് ചെയ്യാം. നമ്മൾ എനിക്ക് താല്പര്യമില്ല പോകും. പിന്നെ ഇയാൾ പറയുന്നത് പിന്നെന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്, മറ്റേ ഇയാൾ എന്നോട് നേരിട്ട് പറഞ്ഞാണ് ആ ട്രാൻസ്ജെൻഡർ കേസിൽ പെരേര പൊട്ടനാണ്, ആ മാറ്റി നമുക്ക് രൂപ ഉണ്ടാക്കാൻ അയാൾ പറഞ്ഞാണ്. അത് പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ബ്രൈറ്റും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് വെളിവില്ല. അതിന് ബ്രൈറ്റ് മാറ്റിപ്പോലും അറിയില്ല, വെളിവില്ല, ഇയാൾക്ക് വെളിവില്ല, ഇയാൾക്ക് പ്രാന്താണെല്ലാം ബ്രൈറ്റിനോട് പറഞ്ഞ കാര്യമാണ്. ഇനി ബ്രൈറ്റ് മാറ്റിപ്പോലൊന്നും അറിയില്ല. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് സെലിബ്രിറ്റിയൊന്നും അല്ല, ഞാൻ മഞ്ചാടിയായിട്ട് പോകുന്ന എൻ്റെ ഫെയിം നടത്താൻ വേണ്ടിയാണ്, അല്ലാതെ സെലിബ്രിറ്റിയിലോട് എനിക്ക് പ്രത്യേക ഇതൊന്നുമില്ല. പിന്നെ സെൻറ്റിമെൻറ്റ്സ് ഇയാൾക്കില്ലെന്ന് ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇയാളെന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ്. ഡ്രഗ്സിൻ്റെ കാര്യം ഇയാൾ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അടിക്കാറില്ല, പണ്ട് ഡ്രഗ്സ് ഇതിന് എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയാൾ പറഞ്ഞാൽ എൻ്റെ ഫാമിലി കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്ക് കള്ളമുണ്ടാവും ഒരു ആവശ്യമില്ല. പിന്നെ പിന്നെ വേറെന്തൊക്കെ എനിക്കെല്ലാം ഓർമ്മ വരുന്നില്ല. എന്ത് കള്ളം ഞാൻ പറഞ്ഞ വേറെ എന്തൊക്കെ കള്ളം പറഞ്ഞു പറയണ ഇയാളെല്ലാം മാറ്റി പറയും. ഈ ബാലയുടെ കേസ് പോലും അയാളെന്ന് പറഞ്ഞാണ്, അയാളുടെ കൂട്ടുകാരും പറഞ്ഞാണ്, അന്ന് ആ സമയത്ത് മാക്കും എല്ലാവരും പറഞ്ഞാണ് അയാൾ കോംപ്രമൈസ് ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞാണ്. അതാണ് ഇപ്പോൾ മാറ്റി പറയാണ്. പിന്നെ വേറെ എന്തോ കാര്യമുണ്ടല്ലോ, എനിക്ക് എല്ലാം ഓർമ്മയിൽ വരുന്നില്ല. ഇയാൾക്ക് കള്ളത്തരമുണ്ട്. ഇയാൾക്ക് പണിയെടുക്കാതെ കാശിലാക്കുന്ന ഒരു അടി ഇയാൾക്കുണ്ട്. അത് യാതൊരു സംശയമില്ല. കാരണം അയാൾ അന്ന് സ്കൂളിൽ തന്നെ അവിടെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഞാൻ പെയ്ഡ് റിവ്യൂ നടത്തിയത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയാൾ പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ അന്ന് അയാൾ പറയണ്ടായിരുന്നു കോക്ക് ഒരിക്കലും പെയ്ഡ് റിവ്യൂ നടത്താറില്ല, കോക്കിനെ വളപ്പ് അപ്രോച്ച് കോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇതേ ഇയാളാണ് ബ്രൈറ്റിനൊപ്പം റിവ്യൂ തുടങ്ങുമ്പോൾ നമുക്ക് പെയ്ഡ് റിവ്യൂ നടത്തണം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പറഞ്ഞു, അങ്ങനെ പെയ്ഡ് റിവ്യൂ നടത്താൻ താല്പര്യമില്ല പറഞ്ഞു. പിന്നെ ബ്രൈറ്റൊന്നും ഓടിപ്പോയെന്നല്ല, ബ്രൈറ്റും ജിസ്റ്റൊന്നും ഓടിപ്പോയെന്നല്ല, ആരും ഓടിപ്പോയെന്നല്ല. ജിസ്റ്റോയുടെ കേസ് മുഴുവൻ പറയാതെ, ബിക്കോസ് ആ ജിസ്റ്റോനെ ബാധിക്കും. ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അത് ഞാൻ അയാൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് സോൾവ് ആയെന്ന് അയാൾ മാക്കല്ല പറഞ്ഞത്. ഇയാളുടെ ഐഡിയാസ് ഇംപ്രാക്ടിക്കലാണ്, മാക്കാണെന്ന് പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം മറ്റുള്ള പറയും, ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. നല്ല ക്രിയേറ്റീവൊക്കെയാണ്, നല്ല ഐഡിയാസൊക്കെയാണ്, പക്ഷേ ലോജിക്കലും അല്ല, പുള്ളി ഇംപ്ലിമെൻറ്റും ചെയ്യില്ല. അത് ഞാൻ മാത്രമല്ല, ബ്രൈറ്റും മാക്കും പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ ഇയാൾ ബ്രൈറ്റ് പറഞ്ഞാൽ ഇയാൾ കാണുന്ന എല്ലാവരും ആരെ കണ്ട് പറയും ഇവർക്ക് വട്ടാന്ന് പറയും, ഇയാൾ മാത്രം നോർമലാ പറയും. ഇയാളിപ്പോൾ പറയുന്ന എല്ലാം പറഞ്ഞ മുഴുവൻ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ തള്ളി മാറ്റുകയാണ്. ഇതിപ്പോൾ ആരെ കള്ളം പറയും, ഞാനാണോ ഇയാളാണോ, എനിക്കത് മനസ്സിലാവാത്തത്. ഇതെല്ലാം ഇയാൾ പറഞ്ഞ കാര്യങ്ങളാണ്. എനിക്ക് വന്നാണ് ഇതിന് ഞാൻ വിചാരിച്ചു ഈ വാക്ക് വന്ന് നിൽക്കുമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് വായന ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, റിസേർച്ച് മറ്റും ചെയ്യാനുണ്ട്. പിന്നെ ഇയാൾ 23,000 കാര്യം രൂപ പോയാൽ അത് ശരിയാണ്, അതെനിക്ക് നഷ്ടപ്പെട്ടാണ്. ഒരു കലവടിക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടാണ്, അത് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. കലവടിക്ക് പോയപ്പോൾ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുമുണ്ട്, അതും സത്യമാണ്. കലവടിക്ക് പോയപ്പോൾ ഞാൻ 23,000 റുപ്പീസ് പോയത്, അത് ശരിയാണ്. സ്കൂൾ വേറെ പെയ്ഡ് റിവ്യൂ ഞാൻ നടത്തിയിട്ടില്ല. ഈ സ്കൂൾ ഇയാളുടെ നിർബന്ധത്തിൽ ഇയാൾക്ക് വേണ്ടി ചെയ്തതാണ്. എനിക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇയാൾ സ്വന്തമായിട്ട് ഞങ്ങളെ റിവ്യൂ തുടങ്ങുമ്പോൾ അതിലും പെയ്ഡ് റിവ്യൂ നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇയാളാണ് ശരിക്കും മാറ്റി പറയുന്നത് എല്ലാ കാര്യവും. എനിക്കിങ്ങനെ വാക്കുകൾ നടത്താൻ താല്പര്യമില്ല, കാരണം എനിക്കൊരു സ്വസ്ഥമായ മനസ്സ് വേണം, എന്നാലും എനിക്ക് വായിക്കാനും റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞാണ് വിചാരിച്ചാൽ, പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തതാണ്. പിന്നെ ഇയാൾ എനിക്ക് ഗുണവും ചെയ്തിട്ടില്ല പറയാൻ പറ്റും, കുറേ ഗുണം ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. ഇയാളെ കൂട്ടുകാരിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഏൽപ്പിയിട്ടുണ്ട്, അതാണ് നന്ദിയുണ്ട്. പക്ഷേ മാറ്റി പറയുന്നത് ഞാനല്ല, ഇയാളാണ്. ഞാൻ മണപ്പൂരം ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല, ഇനി അറിയാതെ വല്ല പറഞ്ഞിട്ടോ അറിയില്ല. മണപ്പൂരം ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്, എല്ലാ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തെങ്കിലും പറഞ്ഞു, എല്ലാ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഡ്രഗ്സല്ല ഇയാളെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇയാളിപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം എല്ലാം ഒരു തമാശയ്ക്ക് പറഞ്ഞ മാറ്റി പറയുകയാണ്. ഇയാൾ ചുറ്റുള്ള ആൾക്കാർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാം ഇപ്പോൾ മാറ്റി പറയുകയാണ്.
എനിക്കൊന്നും ഒളിക്കാനില്ല. ഞാൻ കള്ളം പറയുന്ന ആളല്ല. എനിക്ക് ഒരു നിവൃത്തിയില്ലേ ഞാൻ കള്ളം പറയാറുള്ളൂ. എനിക്ക് കള്ളം പറയാൻ ഇഷ്ടമല്ല. പക്ഷേ ജയിത്തൻ അങ്ങനെയല്ല, ഒരുപാട് കള്ളം പറയുന്ന ആൾ തന്നെയാണ്.